നമസ്കാരം. ഞാൻ ഡോക്ടർ പ്രമീള ജോജി, തിരുവനന്തപുരം കിംസ് ഹെൽത്തിലെ പീഡിയാട്രിക് എമർജൻസി ആൻഡ് ക്രിട്ടിക്കൽ കെയർ കൺസൾട്ടൻ്റാണ്. നമ്മൾ ഇപ്പോൾ ഈ ഒരു മഴക്കാലം മഴക്കാലം ആണെങ്കിലും മഴയുടെ ശക്തി ഇച്ചിരി കുറഞ്ഞു എങ്കിലും ഈ ഒരു സീസണിൽ നമുക്ക് വൈറൽ ഇൻഫെക്ഷൻസിൻ്റെ ഒരു സീസണാണ്. അതായത് നമുക്ക് ഇൻഫ്ലുവൻസ ഉണ്ട്, കോവിഡ് ഉണ്ട്, അഡിനോ വൈറസ്, RSV റെസ്പിറേറ്ററി സിൻസിഷ്യൽ വൈറസ്, റൈനോ വൈറസ്. ഈ വൈറസുകളുടെയൊക്കെ ഒരു ഇൻഫെക്ഷൻ കാലഘട്ടമാണ്. കുട്ടികൾ സ്കൂൾ തുറന്നു, സ്കൂളിലും ഡേ കെയറിലും ഒക്കെ പോയിട്ട് ഈ ഇൻഫെക്ഷൻസ് ആയിട്ട് കുട്ടികൾ വരും. അപ്പോൾ സാധാരണ ഒരു പനിയായിട്ട് തുടങ്ങും, ചെറിയൊരു ജലദോഷം കാണും. അപ്പോൾ ഒരു 95% കുട്ടികൾക്ക് ഒരു പനി ജലദോഷം അത് അങ്ങനെ അങ്ങ് പോകും. ആ ഒരു 5 to 10% കുട്ടികൾക്ക് ഇത് കുറച്ച് കൂടും. അപ്പോൾ ശ്വാസമുട്ടൽ പോലെ വരും. പിന്നെ അതിൻ്റെ ഇൻഫെക്ഷൻസിൻ്റെ ബാക്കി ഈ RSV റൈനോ വൈറസ് ഇൻഫെക്ഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് പ്രത്യേകിച്ച് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് വാക്സിൻസ് ഒന്നും തൽക്കാലം ഇല്ലാത്ത വൈറസസ് ആണ്. അതേസമയം നമ്മുടെ ഇൻഫ്ലുവൻസ കൊണ്ടുള്ള ന്യൂമോണിയൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു സീസണിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ വാക്സിനേഷൻ സ്റ്റാറ്റസ് നമ്മൾ റീചെക്ക് ചെയ്യണം. PCV അതായത് ന്യൂമോകോക്കൽ വാക്സിൻ എടുത്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ന്യൂമോകോക്കൽ വാക്സിനേഷൻ കംപ്ലീറ്റ് ചെയ്യണം. കാരണം ന്യൂമോകോക്കൽ ന്യൂമോണിയ വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അത് വളരെയധികം കൂടും. അത് ലങ്സിനെ മാത്രം ബാധിച്ചാൽ കുഴപ്പമില്ല, അത് ചിലപ്പോൾ ബ്രെയിനിനെയും ബ്ലഡിനകത്തും ഒക്കെ വളരെ കൂടി ഇൻവേസീവ് ന്യൂമോകോക്കൽ ഡിസീസ് ഉണ്ടാവും. അപ്പോൾ ഈ PCV വാക്സിൻ ഡെഫിനറ്റായിട്ട് എടുക്കാൻ നോക്കുക. പിന്നെ ഇൻഫ്ലുവൻസ, നമുക്ക് ഇൻഫ്ലുവൻസ A and B പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമാണ്. നമുക്കറിയാം ധാരാളം കുട്ടികളിപ്പോൾ പനി ചുമയായിട്ട് ഒത്തിരി സ്കൂൾ ആബ്സെൻറ്റീസും ഉണ്ട്. ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത ആൾക്ക് വരും, ടീച്ചേഴ്സിന് വരുന്നുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾ ആ ഇൻഫെക്ഷൻ കൊണ്ടുവന്ന് വീട്ടിൽ മുതിർന്നവർക്ക് വരുന്നുണ്ട്, ഗ്രാൻഡ് പേരൻസിന് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷനൊക്കെ ഉള്ള ഗ്രാൻഡ് പേരൻസിന് വന്നു കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വാക്സിൻ കൊണ്ട് പ്രിവെൻറ്റ് ചെയ്യാവുന്ന ഒരു അസുഖമാണ് ഇൻഫ്ലുവൻസ. അപ്പോൾ കഴിയുന്നതും ഈ സീസണിൽ 9 വയസ്സിന് താഴെയുള്ളവർക്ക് കുഞ്ഞുങ്ങൾക്കെല്ലാം 2 ഡോസ്, അതായത് 1 മാസം ഇടവിട്ട് 2 ഡോസ് കൊടുക്കണം ആദ്യമായിട്ട് എടുക്കുമ്പോൾ. 9 വയസ്സിന് മുകളിലുള്ളവർക്കെല്ലാം 1 ഡോസിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇത് ഇയർലി വാക്സിനേഷനാണ്. അപ്പോൾ ഇയർലി ഈ വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസ എന്നൊരു പ്രിവെൻഷൻ നമുക്ക് കിട്ടും. പിന്നെ ഈ പനി ചുമ ജലദോഷം ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരുവിധം ചെറുതായിട്ടുള്ളതൊക്കെ നമുക്ക് ആദ്യമേ വീട്ടിൽ തന്നെ നമ്മൾ മെഡിസിനൊക്കെ കൊടുത്തങ്ങ് മാറ്റാം. പക്ഷേ ശ്വാസം മുട്ടലോ അങ്ങനെയൊക്കെ കൂടുവാണല്ലോ ഡെഫിനറ്റായിട്ട് ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോയി കാണിക്കണം. കാരണം ഇപ്പോൾ മൈക്കോപ്ലാസ്മ ന്യൂമോണിയ എന്ന് പറഞ്ഞാൽ വാക്കിംഗ് ന്യൂമോണിയ എന്ന് പറയും. അതായത് നമുക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നുന്നില്ല, പക്ഷേ നമ്മൾ എക്സ്റേ എടുക്കുമ്പോൾ നല്ല ലീഷൻ കാണും. അതും ഇതുപോലെ കുറച്ച് സമയം കൂടുതലെടുക്കുന്നതാണ്. കുട്ടികൾ ICUലൊക്കെ അഡ്മിറ്റ് ആവാൻ സാധ്യതയുള്ളതാണ്. പിന്നെ ഈ ലങ്സിനകത്ത് ന്യൂമോണിയ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഫ്ലൂയിഡ് ആകുക, ആ ഫ്ലൂയിഡ് പഴുക്കുക, പിന്നെ അത് നമുക്ക് അപ്പോൾ ഈ ഒരു സിറ്റുവേഷനോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ പ്രിവെൻഷനാണ് ഓൾവേസ് ബെറ്റർ. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള വാക്സിൻസ്, പിന്നെ നേരത്തെ അത് മനസ്സിലാക്കി ഡോക്ടേഴ്സിനെ കാണിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ ഒരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ന്യൂമോണിയൊക്കെ നോർമലായിട്ടുള്ള കുട്ടികൾക്ക് വരുന്നത് ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അലർജി ആസ്മയുള്ള കുട്ടികൾ ഈ ഒരു സീസണിൽ എന്ത് ചെയ്യണം? അപ്പോൾ ആസ്മാറ്റിക് കിഡ്സ് പ്രത്യേകിച്ച് അമ്മമാരെല്ലാം ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞുങ്ങൾക്ക് ഇൻഹേലേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റെഗുലറായിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ചിലർ വിചാരിക്കും ഓക്കെ 2-3 മാസം വീട്ടിലിരുന്നു, വെക്കേഷനായിരുന്നു, കുഞ്ഞ് നല്ല ബെറ്ററായി എന്ന് പറഞ്ഞ് പലരും ഈ ഇൻഹേലേഴ്സ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ശ്വാസനാളികൾക്ക് വരുന്ന ഒരു നീർക്കെട്ടാണ് ആസ്മ. അപ്പോൾ ഈ നീർക്കെട്ട് അങ്ങനെ തന്നെ ഇരിക്കുമ്പോൾ അതിനൊപ്പം ഒരു വൈറൽ ഇൻഫെക്ഷൻ കൊണ്ട് വന്നാൽ കുറച്ചുകൂടെ കണ്ടീഷൻ മോശമാകും. അപ്പോൾ കുട്ടികൾക്ക് ഇൻഹേലർ റെഗുലറായിട്ട് കൊടുക്കണം. ആ ഇൻഹേലർ മിസ് ചെയ്യാൻ പാടില്ല. പിന്നെ ആസ്മ അലർജി ഒക്കെ ഉള്ള കുട്ടികൾ കുറച്ചുകൂടെ ഫ്രീക്വൻ്റ് ആയിട്ട് ഈ വൈറൽ ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. ഈ കുട്ടികൾക്ക് 100% PCVയും ഫ്ലൂ വാക്സിനും നമ്മൾ എടുക്കണം. അത് അവർക്ക് നമ്മൾ കൊടുക്കുന്നൊരു പ്രൊട്ടക്ഷനാണ്, റെക്കറൻ്റായിട്ട് ഇൻഫെക്ഷൻ കിട്ടാതിരിക്കാൻ വേണ്ടി. പിന്നെ അലർജി എന്ന് പറയുമ്പോൾ അപ്പോൾ പലരും പറയും ഇപ്പോൾ ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോൾ ഇയോസിനോഫീലിയ ഉണ്ടെങ്കിലാണ് അലർജി, അല്ലെ IgE ഹൈ ആണ് അലർജി. അതൊക്കെ ഒരു ടെസ്റ്റാണ് കുറച്ച് അലർജി ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ. അങ്ങനെയല്ല, നമ്മുടെ ക്ലിനിക്കൽ സിംറ്റംസ് നമുക്ക് പാരമ്പര്യമായിട്ട് കുടുംബത്തിൽ ആസ്മയുണ്ട്, ഇൻഹേലർ യൂസ് ചെയ്യുന്നുണ്ട്, ഗ്രാൻഡ് പേരൻസ് അലർജിക്കാണ്, അല്ലെ കസിൻസ് ഒക്കെ അലർജിക്കാണ്, അവരൊക്കെ ഇൻഹേലേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഒരു അസുഖമാണ് ഈ അലർജി. അതിൽ ഫുഡ് അലർജി ഉണ്ട്, അലർജിക് റൈനൈറ്റിസ്. അപ്പോൾ ഫുഡ് അലർജിയുടെ കാര്യം ഞാൻ ആദ്യം പറയാം. കാരണം ഫുഡ് അലർജി എന്ന് പറഞ്ഞാൽ പലരും വിചാരിക്കും ഇപ്പോൾ ഒരു തുമ്മൽ വന്നു കഴിഞ്ഞാൽ ഓക്കെ ആസ്മ വന്നു കഴിഞ്ഞാൽ പാലെല്ലാം അങ്ങ് നിർത്തുക. അങ്ങനെയല്ല, നമുക്ക് സ്പെസിഫിക് ആയിട്ട് ചില ആഹാര പദാർത്ഥങ്ങളോടാണെങ്കിലും അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഇൻസെക്ട് ബൈറ്റ് തന്നെ മതി, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അലർജി ഉണ്ടാക്കും. അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഫുഡ് അലർജി എന്തിനെങ്കിലും തോന്നുവാണെങ്കിൽ അത് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ഏത് ഫുഡിനാണ് അലർജി എന്ന് കണ്ടുപിടിച്ച് അത് കുറച്ച് നാൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്.
അടുത്ത അലർജി എന്ന് വെച്ചാൽ അലർജിക് റൈനൈറ്റിസ്. നമുക്കിപ്പോൾ മൂക്കൊലിപ്പ് വരുമ്പോൾ ജസ്റ്റ് ഒരു വൈറൽ ഇൻഫെക്ഷൻ വന്നാൽ വൈറൽ ആൻഡ് നോൺ വൈറൽ കോസസ് തുമ്മലുണ്ടാക്കാം. പക്ഷേ അലർജിക് റൈനൈറ്റിസ്, അതായത് നമ്മുടെ ശരീരത്തിലെ അലർജി കൊണ്ടുണ്ടാകുന്ന റൈനൈറ്റിസ്, മൂക്കൊലിപ്പൊക്കെ, അത് വേറൊരു രീതിയിലാണ് മാനേജ് ചെയ്യേണ്ടത്. ഇത് മനസ്സിലാക്കണം രണ്ടിലും ഡിഫറൻസ്. അപ്പോൾ അലർജിക് റൈനൈറ്റിസ് ഉള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിന് നേസൽ സ്പ്രേസ് ഉണ്ട്. അതിൻ്റെ ഓരോ കാറ്റഗറി ഉണ്ട്. അതിനൊരു ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് അതിനെ കാറ്റഗറൈസ് ചെയ്ത് വളരെ സിവിയറാണ്, മോഡറേറ്റ് ടു സിവിയർ ആണെങ്കിൽ മൂക്കിലടിക്കുന്ന സ്പ്രേ യൂസ് ചെയ്ത് സ്ലോലി അത് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇതിനെയൊക്കെ ട്രിഗർ ചെയ്യുന്ന ഫാക്ടേഴ്സ് നമ്മൾ കുറയ്ക്കുകയൂടെ ചെയ്യണം. അപ്പോൾ അലർജിയുടെ ഫുഡ് അലർജി പറഞ്ഞു, അലർജിക് റൈനൈറ്റിസ് പറഞ്ഞു, പിന്നെ സ്കിൻ എറ്റോപിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയും. മിക്കവാറും അലർജിയുള്ള കുട്ടികൾക്ക് സ്കിൻ നല്ല ഡ്രൈ ആയിരിക്കും, സ്കിൻ ഇടയ്ക്ക് പൊട്ടും. അപ്പോൾ ആ സ്കിൻ കെയറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഒരു അലർജിക് മാർച്ചിൻ്റെ ഒരു എൻഡാണ് നമ്മൾ പറയുന്നത് ചൈൽഡ്ഹുഡ് ആസ്മ. അപ്പോൾ ആസ്മ എല്ലാ ചുമയും എല്ലാ ശ്വാസം മുട്ടലും ഈ സീസണിലെ ആസ്മ അല്ല. പക്ഷേ ആസ്മ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. നിരന്തരമായിട്ടുള്ള ചുമ, അതായത് ചെസ്റ്റ് ടൈറ്റ് ആവുക, കംപ്ലീറ്റ് ആയിട്ട് വീസിങ് വരിക, പിന്നെ ഫാമിലി ഹിസ്റ്ററി സ്ട്രോങ് ആയിട്ടുണ്ടാകുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതിന് മുന്നേ പല പ്രാവശ്യം നെബുലൈസേഷൻ വേണ്ടി വരിക, ഇതൊക്കെ വെച്ചാണ് നമ്മൾ ആസ്മ ഡയഗ്നോസ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അങ്ങനെ ആസ്മ ഡയഗ്നോസ് ചെയ്യില്ല. നമ്മൾ റെക്കറൻറ്റ് ഇൻഫെക്ഷൻ അല്ലെ വൈറൽ ഇൻഡ്യൂസ്ഡ് വീസ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ പുതിയ ഗൈഡ് ലൈൻസ്, ജീന ഗ്ലോബൽ ഇനിഷ്യേറ്റീവ് ഓഫ് ആസ്മ നെറ്റ്വർക്കിൻ്റെ ജീന ഗൈഡ് ലൈൻസിൻ്റെ ന്യൂ ഗൈഡ് ലൈൻസ് 2025 ഗൈഡ് ലൈൻസിനകത്ത് 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പോലും ബൈ എക്സ്ക്ലൂഷൻ നമുക്ക് ആസ്മ ഡയഗ്നോസ് ചെയ്യാൻ പറ്റുകയും അത് ഇൻഹേലേഴ്സ് ഒക്കെ ഉപയോഗിച്ച് നന്നായിട്ട് ട്രീറ്റ് ചെയ്യുകയും ചെയ്യാനും പറ്റും. അപ്പോൾ എപ്പോഴും ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വിദഗ്ധരെ കാണിക്കുക, ചികിത്സ നേടുക.